ഹലോ ഫ്രണ്ട്സ്, ഞാനിവിടെ പറയാൻ പോകുന്നത് മുൻപ് പറഞ്ഞിട്ടുള്ള സീമയുടെ വീട് എന്ന കഥയുടെ അടുത്ത ഭാഗമാണ് കേട്ടോ. അപ്പം എല്ലാവരും കഥ കേൾക്കുക. കഥ കേട്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കേട്ടോ. ഞാനിവിടെ പറയാൻ പോകുന്നത് സീമയുടെ ശബ്ദത്തിലാണ്. അപ്പം എല്ലാവരും കേട്ടിരിക്കുക. കൂടി കഴിഞ്ഞ് ആ ഒരു നാടൻ നൈറ്റി എടുത്തിട്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് തന്നെ പ്ലംബർ ഷാജിച്ചേട്ടൻ ഫ്രണ്ടിൽ തന്നെ ഇരിപ്പുണ്ട്. ആൾക്കൊരു ചായ ഇട്ട് കൊടുക്കണമെന്ന് ഞാൻ തന്നെ നേരത്തെ പറഞ്ഞായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ അടുക്കളയിലേക്ക് കയറി. ആ നിമിഷമാണെന്നുണ്ടെങ്കിൽ എനിക്ക് നന്നായിട്ട് തണുക്കുന്നുണ്ടായിരുന്നു. പുറത്ത് നല്ല മഴ പെയ്യല്ലേ, അതുകൊണ്ട് തന്നെ പുറത്തുനിന്നുള്ള കാറ്റും ആ ഒരു മഴയുടെ ചീതാനും എല്ലാം അടിച്ച് അകത്തേക്ക് കയറുന്നുണ്ടായിരുന്നു. എനിക്കാണെന്നുണ്ടെങ്കിൽ കിടന്നു വരയ്ക്കുന്നു. ആ നിമിഷമാണെന്നുണ്ടെങ്കിൽ ഷായി ചേട്ടൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ വീട്ടില്. എനിക്ക് തണുപ്പടിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കാപ്പി കുടിക്കണം. അതുകൊണ്ട് തന്നെ ഷായി ചേട്ടനും എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണമെന്ന് എനിക്കും തോന്നി. മറ്റൊന്നുമായിരുന്നില്ല, നമ്മുടെ വീട്ടിൽ വന്ന് പണി ചെയ്യുന്ന ഒരാളല്ലേ, അപ്പോൾ ഞാൻ തന്നെ വേണമല്ലോ എല്ലാ കാര്യങ്ങളും നോക്കിക്കാണാൻ. അങ്ങനെ ഒരു നിമിഷം കൊണ്ട് തന്നെ ആ ഒരു തണുപ്പത്ത് നല്ല ചൂട് ചായ ഞാൻ ഉണ്ടാക്കി വെച്ചു. അപ്പോൾ തന്നെ 2 ഗ്ലാസ്സിലാക്കി ആ ചായ ഞാൻ റെഡിയാക്കി. പിന്നെ നേരത്തെ വേവിച്ചു വെച്ചിരുന്ന കപ്പപ്പുഴുക്ക് അത് ഒന്നുകൂടെ എടുത്തൊന്ന് ആവി കയറ്റി ഒന്ന് ചൂടാക്കി എടുത്തു. ചിലപ്പോ തണുത്തത് കൊണ്ടു ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോ ഷായിച്ചേട്ടൻ ഇഷ്ടപ്പെടില്ലെങ്കിലോ എന്ന് മാത്രം ഞാൻ വിചാരിച്ചുകൊണ്ടാണ് അങ്ങനെ ഒരു കാര്യം കൂടി ഞാൻ ചെയ്തത്. അതെല്ലാം ഉണ്ടാക്കി ഒരു പ്ലേറ്റിനകത്താക്കി അങ്ങോട്ട് വെച്ചിട്ട് മാറ്റി വെച്ചതിന് ശേഷം ഞാനിങ്ങനെ ചിന്തിച്ചു, ഷായിച്ചേട്ടനെ ഇങ്ങോട്ട് വിളിക്കണോ അതോ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കണോ എന്നായിരുന്നു ഞാൻ ചിന്തിച്ചൊരു കാര്യം. പക്ഷേ എന്ത് ചെയ്യണമെന്ന് എനിക്ക് ഒട്ടും പിടിയില്ലായിരുന്നു. എന്തൊക്കെയായാലും കൊണ്ടു കൊടുക്കാം, അത് തന്നെ നല്ലത് എന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ആ സാധനം കയ്യിലെടുത്തു. കപ്പപ്പുഴുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ച സമയത്ത് ഞാൻ ആ കാപ്പി കൂടി ആ പ്ലേറ്റിനകത്ത് ഒരു സൈഡിൽ മാറ്റി വെച്ചു. അങ്ങനെ 2 കൂട്ടം കാര്യങ്ങളാണ് ഞാൻ അവിടേക്ക് കൊണ്ടു ചെല്ലുന്നത്. എനിക്കെപ്പോഴും മഴ പെയ്യുന്ന സമയത്ത് ഉമ്മറപ്പടിയിൽ ഇരുന്നിട്ട് ഇങ്ങനെ കാപ്പിയും പിന്നെ ഇതുപോലെ ഈ കപ്പപ്പുഴുക്കും കൂടെ കഴിച്ചുകൊണ്ടിരിക്കാനാണ് ഇഷ്ടം. അമ്മായിയമ്മയുടെ ആ സീറ്റിലാണ് ഇപ്പോൾ ഷാജിച്ചേട്ടൻ ഇരിക്കുന്നത്. നേരത്തെയൊക്കെ ആണെങ്കിൽ അമ്മായിമ്മ ഉള്ള സമയത്ത് നേരെ കൊണ്ടുവന്നിട്ട് ആ കപ്പപ്പുഴുക്ക് അവിടെ കൊണ്ടുവന്ന് വെച്ചു കൊടുക്കും. അതിനുശേഷം തള്ളി അവിടെ നിന്നെടുത്ത് കഴിക്കലും കാര്യങ്ങളൊക്കെയാണ് പതിവ്. ഞാനാണെന്നുണ്ടെങ്കിൽ ഉമ്മറപ്പടിയിലെ ആ ഒരു പടിയിൽ മാത്രം ഇങ്ങനെ കയറിയിരിക്കും. ഞാനാണെന്നുണ്ടെങ്കിൽ ചെറിയ ഒരു കുടുംബത്തിൽ നിന്ന് വന്ന ആളാണല്ലോ, അതുകൊണ്ട് തന്നെ ദാസി എന്ന രീതിയിൽ എന്നോട് പെരുമാറരുത്. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും ആ ഒരു പടിയിൽ തന്നെ ഇരുന്നാണ് ഭക്ഷണം കഴിക്കാറ്. ഇന്നൊരു ദിവസം മാത്രം ഞാൻ തമ്പുരാട്ടിയാണ്, മറ്റൊന്നുമല്ല, ഇന്ന് ആരുമില്ലാത്ത ദിവസമാണ്. പക്ഷേ എനിക്കൊരു വിനയായിട്ട് വന്നത് പ്ലംബർ ചേട്ടൻ ഷാജി, അയാൾ മാത്രമായിരുന്നു. പക്ഷേ ആളുടെ പെരുമാറ്റവും കാര്യങ്ങളും എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടു. കാരണം ആളൊരു പാവം പിടിച്ച ഒരു മനുഷ്യൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടോ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. അതായിരുന്നു എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് തോന്നിയത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആൾക്ക് ഒരു കാപ്പി ഇട്ട് കൊടുക്കാമെന്ന് ഞാൻ വിചാരിച്ചതും. അങ്ങനെ കൊണ്ടുവന്നിട്ട് ഞാൻ ഷായിച്ചേട്ടന്റെ മുന്നിൽ കൊണ്ടുവന്ന് വെച്ചു. എല്ലാ ദിവസവും പടിയിലിരിക്കുന്ന ഇന്ന് ഞാൻ പടിയിലിരുന്നില്ല. പകരം ആ ഒരു ഉമ്മറത്തിന്റെ മുകൾ ഭാഗത്ത് കയറിയിരുന്നു. അത് ചെറിയൊരു സോപാനമായിരുന്നു. അതിൽ കയറി കാലമേൽ കാലിക്കറ്റ് വെച്ചിരുന്ന് മഴ ഇങ്ങനെ ആസ്വദിച്ചുകൊണ്ട് ചായ ഊതി ഊതി കുടിക്കായിരുന്നു. അപ്പോൾ ഞാൻ ആ നിമിഷമാണെന്നുണ്ടെങ്കിൽ ചായ ഊതി കുടിക്കുമ്പോഴും ഞാൻ ആ കപ്പപ്പുഴുക്കെടുത്ത് കുറിച്ചുകൊണ്ട് ഇങ്ങനെ ഇരുന്നു. അപ്പോൾ തന്നെ അമ്മായിയമ്മ എല്ലാ പ്രാവശ്യവും ഇരുന്ന് കഴിക്കുന്ന പോലായിരുന്നു ഞാനിന്ന് കഴിച്ചത്. അപ്പോഴത്തെ എൻ്റെ പെരുമാറ്റവും ആ ഒരു പ്രവൃത്തിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു തനി അഹങ്കാരി, അങ്ങനെ മാത്രം പറയാം. അതാണ് എൻ്റെ ഒരു ഭാവം. എനിക്കും അത് തന്നെയായിരുന്നു വേണ്ടത്. സ്വല്പം അഹങ്കാരത്തോടെ ഈ വീട്ടിലിങ്ങനെ നടക്കണം. അത് എൻ്റെ ഒരു ഫ്രീഡം ആയിരുന്നു. ഷായി ചേട്ടാ, പുഴുക്കെടുത്ത് കഴിക്കേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. ആ ഒരു സമയം തന്നെ പുറത്ത് പെയ്യുന്ന മഴയുടെ ഒരു കൈക്കുമ്പിളാക്കിക്കൊണ്ട് ഷായിച്ചേട്ടന്റെ മുഖത്തേക്ക് ഞാനൊന്ന് തെറിപ്പിച്ചു. അപ്പോൾ തന്നെ, പെണ്ണെ അടങ്ങിയിരിക്കെ, വെള്ളം ഇങ്ങനെ തെറിപ്പിക്കാതെ എന്ന് ഷായിച്ചേട്ടൻ ഇങ്ങനെ പറഞ്ഞു. പക്ഷേ എനിക്കാണെന്നുണ്ടെങ്കിൽ കുസൃതി നിർത്താൻ പറ്റിയില്ല. ഞാൻ വീണ്ടും വീണ്ടും അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടമുണ്ടായിരുന്ന ഒരു കാര്യമാണ് ഇങ്ങനെ ആരെങ്കിലും ഇറിറ്റേറ്റ് ചെയ്യിപ്പിക്കാന്ന്. പക്ഷേ ഷായിച്ചേട്ടൻ ഒരു പാവമാണ്. എനിക്ക് എൻ്റെ പറ്റത്തിന് എല്ലാത്തിനും പറ്റുന്ന ഒരാൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അങ്ങനെയുള്ള കുട്ടികളെ കാണിച്ചത്. പെട്ടെന്ന് ഷായിച്ചേട്ടൻ എന്നെ ഒന്ന് നോക്കി. ആ നോക്കി നിൽക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ ആ കുറുമ്പ് കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഷായിച്ചേട്ടൻ കണ്ണെടുക്കാതെ നോക്കുന്ന സമയത്ത് ഞാൻ ചോദിച്ചു, എന്താ ഇങ്ങനെ നോക്കുന്നേ? അത് തൻ്റെ ഡ്രസ്സൊന്ന് നോക്കിയതാ. ഇപ്പോൾ ഡ്രസ്സ് മാറിയില്ലേ കുളിച്ചു കഴിഞ്ഞപ്പോൾ? അത് നന്നായിട്ടുണ്ട്. പിന്നെ നേരത്തെ ഇട്ടതും എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ തന്നെ ചോദിച്ചു, ഷായിച്ചേട്ടന് എല്ലാം ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ, എൻ്റെ എല്ലാ ഡ്രസ്സുകളും ഇഷ്ടപ്പെടുന്നുണ്ടല്ലേ
ഞാൻ ഇടുന്നത്. ആ, എനിക്കെല്ലാം നന്നായിട്ട് ഇഷ്ടപ്പെടുന്നായിരുന്നു. ഇതും അത്യാവശ്യം ഫാഷനുള്ളതാണ് എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല ചേട്ടാ, ഇത് നമ്മുടെ നാടൻ ആ ഒരു നൈറ്റിയും കാര്യങ്ങളാണ്. ഫാഷനുള്ളതാണ് നേരത്തെ ഇട്ടുകൊണ്ടുവന്നത്. അത് ചേട്ടൻ വെള്ളമെല്ലാം കൂടെ കോരി ഒഴിച്ചിട്ട് നശിപ്പിച്ചില്ലേ എന്ന് പറയുമ്പോൾ, അയ്യോ കുഞ്ഞെ, ഞാൻ അറിയാതെ. അതൊന്നും കുഴപ്പമില്ല, ചേട്ടൻ അറിയാതെ അല്ലേ. ആ, പിന്നെ എൻ്റെ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നു, ഞാൻ നോക്കി ചെയ്തില്ല, അതുകൊണ്ടായിരുന്നു. അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ കൂടെ കൂടെയാണെന്നുണ്ടെങ്കിൽ ഷായിച്ചേട്ടൻ എന്നെ നോക്കുന്നുണ്ടായിരുന്നു. ആ നിമിഷം എനിക്കാണെങ്കിൽ ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നതും പിന്നെ എനിക്ക് എന്നെ പുകഴ്ത്തി പറയുന്നതൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് ഞാൻ മാക്സിമം ആ ടൈമെല്ലാം എൻജോയ് ചെയ്തുകൊണ്ട് തന്നെ ഇരുന്നു. അപ്പോൾ തന്നെയാണെന്നുണ്ടെങ്കിൽ വീണ്ടും മഴ ഒരു തുള്ളി മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഷായിച്ചേട്ടനാണെന്നുണ്ടെങ്കിൽ ആ നിമിഷം തന്നെ പുറത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അപ്പോഴും ഞാനും ആ നിമിഷം അങ്ങനെ മഴയും പിന്നെ ആ ഒഴുകി വരുന്ന വെള്ളവും എല്ലാം ഇങ്ങനെ നോക്കി നിന്നു. പെട്ടെന്ന് ഷാജേട്ടൻ ഇരിക്കുന്ന ആ കസേരയിൽ നിന്ന് എഴുന്നേറ്റു. അപ്പോൾ തന്നെ ഞാൻ അതിശയിച്ചു പോയി, എന്തിനായിരിക്കും എഴുന്നേറ്റത്. ഷാജേട്ടൻ പതുക്കെ പതുക്കെ പുറത്തേക്ക് നടന്നു. ഈ വെള്ളം വെട്ടിവിടണം കുഞ്ഞെ, അല്ലെന്നുണ്ടെങ്കിൽ അകത്തേക്ക് കയറാൻ ചാൻസ് ഉണ്ട്. ദേ നോക്കിയേ, ഇപ്പൊ ഇവിടം വരെ കയറിയിട്ടുണ്ട്. ഇത്തിരി ഒരു മഴയോടെ പെയ്തു കഴിഞ്ഞാല് പിന്നെ ഇവിടെ മൊത്തം പൊങ്ങാൻ ചാൻസ് ഉണ്ട്. രാത്രിയില് കുഞ്ഞൊറ്റയ്ക്കല്ലേ ഉള്ളൂ, അതുകൊണ്ട് ഇതെല്ലാം വെട്ടി വെട്ടി ഞാൻ തരാം എന്ന് ഷായിച്ചേട്ടൻ പറഞ്ഞു. അപ്പൊ തന്നെ ഞാൻ ചോദിച്ചു, ചേട്ടാ, ചേട്ടന് ബുദ്ധിമുട്ടാവില്ലേ? ഇല്ല, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ഇതിന് പൈസയൊന്നും വേണ്ട, കുഞ്ഞിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നതേ ഉള്ളൂ. ഇനി ഇവിടെ കുഞ്ഞൊറ്റയ്ക്കല്ലേ ഉള്ളൂ, അപ്പോൾ ഞാൻ തന്നെ വേണ്ടേ എല്ലാ കാര്യങ്ങളും ചെയ്തു തരാനൊക്കെ ആയിട്ട് എന്ന് ഷായിച്ചേട്ടൻ പറഞ്ഞ സമയത്ത് എനിക്ക് ഒരുപാട് ഇഷ്ടമായി. കാരണം എൻ്റെ ആ ഒരു മൈൻഡും കാര്യങ്ങളൊക്കെ നോക്കി ആ രീതിയിലായിരുന്നല്ലോ ഷായിച്ചേട്ടൻ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അത് വലിയൊരു കാര്യമായിട്ട് തന്നെ എനിക്ക് തോന്നി. ആ നിമിഷം മഴ ഇങ്ങനെ തകൃതിയായിട്ട് പെയ്യുന്നുണ്ടായിരുന്നു. എനിക്ക് ഷായിച്ചേട്ടൻ്റെ അടുത്ത് ഒന്ന് ഹെൽപ്പ് ചെയ്യണമെന്ന് തോന്നി. ഞാൻ പതുക്കെ പതുക്കെ ഉമ്മറപ്പടിയിൽ നിന്നും താഴേക്ക് ഇറങ്ങി. ആ സമയത്താണെന്നുണ്ടെങ്കിൽ അയാൾ അവിടെ നിന്ന് വിളിച്ചു പറയുന്നുണ്ടായിരുന്നു, എടോ, താനിപ്പോൾ ഇങ്ങോട്ട് ഇറങ്ങി വരണ്ട, നേരത്തെ കണക്ക് വെള്ളം അങ്ങണമായി കഴിഞ്ഞാൽ പിന്നെ ഈ മാക്സിമം മാറേണ്ടി വരും കേട്ടോ എന്ന് പറയുമ്പോൾ ഞാൻ തന്നെ പറഞ്ഞു, അത് കുഴപ്പമൊന്നുമില്ല, എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യാതിരിക്കാൻ എന്നെ കൊണ്ട് കഴിയുന്നില്ല. ഞാനതിലും ഹെൽപ്പ് ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് പ്രശ്നമില്ല, ഞാൻ ചെയ്തിട്ട് പൊക്കോളാം എന്ന് മാത്രം ഞാൻ തിരിച്ചു മറുപടി പറഞ്ഞു. അപ്പോൾ എന്തേലും ആവട്ടെ എന്നും പറഞ്ഞ് ഷായിച്ചേട്ടൻ ആ ഒരു പണിയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തന്നെ ഇറിറ്റേറ്റ് ചെയ്യാനാണോ അതോ ഹെൽപ്പ് ചെയ്യാനാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ ഷായിച്ചേട്ടൻ്റെ അടുത്തോട്ട് പോയി എന്തൊക്കെയോ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ തന്നെ എൻ്റെ ആ ഒരു മാക്സിയും കാര്യങ്ങളൊക്കെ വെള്ളത്തിൽ മുങ്ങാതെ രീതിയിൽ പൊക്കി പിടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു വെള്ളത്തിൽ ഇങ്ങനെ കറങ്ങി നടക്കുകയാണ് ഞാൻ. അപ്പോൾ തന്നെ എൻ്റെ മുട്ടുവരെയും ആ ഒരു വെള്ളം പറ്റുന്നുണ്ട്. ഷായിച്ചേട്ടൻ മാക്സിമം ആ വെള്ളം വെട്ടി ആ ഒരു കണ്ടത്തിലേക്കോ അല്ലെന്നുണ്ടെങ്കിൽ കുളത്തിലേക്കോ ഒഴിച്ചു വിടാനായിട്ട് ഓരോ തടവെടുത്ത് ഇങ്ങനെ വിടുന്നുണ്ട്. അപ്പോൾ തന്നെയാണെന്നുണ്ടെങ്കിൽ വെള്ളം എവിടെയെല്ലാം തെറിച്ചു വീഴുന്നുണ്ടായിരുന്നു. ആ നിമിഷം തന്നെ പെട്ടെന്ന് ഷായിച്ചേട്ടൻ എൻ്റെ അടുത്ത് ആ കാര്യം പറഞ്ഞു, ഈ വെള്ളം ഇങ്ങനെ കലക്കി വിടല്ലേ കുഞ്ഞെ, വെള്ളം കലക്കി കഴിഞ്ഞാൽ അത് വിട്ട് കഴിഞ്ഞാൽ അതെല്ലാം വൃത്തികേടാവില്ലേ എന്ന് പറയുമ്പോഴും ഞാൻ എൻ്റെ കുറുമ്പിങ്ങനെ കാണിച്ചുകൊണ്ട് ആ ഒരു പാവാട പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്ന പ്രായത്തിലെ കുട്ടിയെപ്പോലെ നൈറ്റിയും പൊക്കി പിടിച്ച് അവിടെ എല്ലാം വെള്ളത്തിൽ കിടന്ന് കളിക്കുകയായിരുന്നു. അപ്പോൾ തന്നെയാണെന്നുണ്ടെങ്കിൽ വെള്ളം എൻ്റെ ദേഹത്തേക്കൊക്കെ തെറിച്ചു വീഴുന്നുണ്ട്. അപ്പോഴും മഴ ഇങ്ങനെ തകൃതിയായിട്ട് പെയ്യുകയാണല്ലോ. ഞാനും നന്നായിട്ട് നനയുന്നുണ്ടായിരുന്നു. നനയാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ പുറത്തേക്ക് ഇറങ്ങിയത്. പെട്ടെന്ന് മഴവെള്ളം എൻ്റെ ദേഹത്തേക്ക് ഇങ്ങനെ വീഴുന്ന സമയത്ത് എനിക്കൊരു കൊതി തോന്നി. പണ്ടെപ്പോഴോ കളിച്ച ആ ഒരു ഡാൻസിൻ്റെ ബാക്കി കൂടി കളിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ എനിക്കാണെന്നുണ്ടെങ്കിൽ ഒരു ചമ്മലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എൻ്റെ മുന്നിൽ നിൽക്കുന്നത് ഇപ്പോൾ ഈ ഒരാളല്ലേ, ഷായിച്ചേട്ടൻ, എനിക്കറിയാവുന്ന ഒരാള്. അപ്പോൾ ഞാനിങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പോൾ തന്നെ അതിൻ്റെ മുന്നിൽ കിടന്ന് ഞാൻ എന്തൊക്കെയോ കോപ്രായങ്ങൾ കാണിച്ചു. ഷായിച്ചേട്ടനാണെങ്കിൽ ചിരിക്കുന്നുണ്ടായിരുന്നു. എൻ്റെ ദേഹത്ത് മുഴുവൻ അഴുക്ക് വെള്ളവും പിന്നെ മഴവെള്ളവും എല്ലാം കൊണ്ട് തെറിഞ്ഞു. അങ്ങനെ ആ ഒരു മണ്ണിൽ നിന്നും പിന്നെ മഴയത്തും എല്ലാം കൂടി ഇന്ന് ഡാൻസും കളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ആ ഒരു രസവും കാര്യങ്ങളൊക്കെ തോന്നി തുടങ്ങി. ദേ പെണ്ണെ, നാളെ പനിയാവേ എന്ന് ഷായിച്ചേട്ടൻ അവിടെ നിന്ന് പറയുന്ന സമയത്ത് മമ്മട്ടി എടുത്തോണ്ട് നിന്ന് ഷായിച്ചേട്ടനെ ഞാനും കൂടി പിടിച്ചു നിർത്തി. വാ ഷായിച്ചേട്ടാ, നമുക്ക് ഡാൻസ് കളിച്ചാലോ എന്ന് പറഞ്ഞിട്ട് ഞാനിങ്ങനെ വിളിക്കുന്ന സമയത്ത്, എൻ്റെ പൊന്നെ കുഞ്ഞെ, ഞാനിതൊന്നുമില്ല, ഇങ്ങനെ പോയാൽ മതിയേ എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു പൊട്ടിച്ചിരിയോടുകൂടി ഞാൻ അവിടെ എല്ലാം നടക്കുന്ന സമയത്ത് ഷായിച്ചേട്ടൻ ഒരു ചെറിയ കമ്പെടുത്ത് എന്നെ ഇങ്ങനെ കാണിച്ചു. ദേ കുട്ടി, അടികൊള്ളു കേട്ടോ, കയറിക്കോട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ പിന്നാലെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഞാൻ കുസൃതി എന്ന പോലെ അകത്തേക്ക് ഓടി. അപ്പോൾ തന്നെ എനിക്ക് പിന്നാലെ ഷായിച്ചേട്ടനും ഓടി വന്നു. ദേ, എനിക്ക് അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അടി കിട്ടും, ഞാനെല്ലാം വെട്ടിവിട്ടുകൊണ്ടിരിക്കുക
അല്ല കുളമാക്കല് ദൈവേത് എന്ന് പറഞ്ഞുകൊണ്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞിട്ട് ഷായിച്ചേട്ടൻ പോയി. പാവം മനുഷ്യൻ എനിക്ക് വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ ഒടുവിൽ ഞാൻ അകത്തേക്ക് കയറി. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ഷായിച്ചേട്ടൻ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് കുഴഞ്ഞ് അകത്തേക്ക് വരുന്നുണ്ടായിരുന്നു. അങ്ങനെ ആ സമയത്ത് ഷായിച്ചേട്ടൻ അകത്തേക്ക് കയറിയില്ല. ഉമ്മറത്തെ ആ ഒരു പടിയിൽ തന്നെ നിൽക്കുകയായിരുന്നു. ഞാൻ പറഞ്ഞു, എന്തു പറ്റി അവിടെ ഇരിക്കുന്നേ? അല്ല, നന്നായിട്ട് നനഞ്ഞിട്ടില്ലേ, ഞാൻ ഇനി അകത്തോട്ട് കയറുന്നില്ല എന്ന് പറഞ്ഞു. അത് കുഴപ്പമില്ല ഷായിച്ചേട്ടാ, കയറിക്കോ. ചേട്ടൻ കയറിയില്ലെങ്കിൽ പിന്നെന്താ, ഇവിടെ അങ്ങനെ ആ ഒരു ഫോർമാലിറ്റി ഒന്നുമില്ല, ചേട്ടൻ അങ്ങനെയൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ പറയുന്ന സമയത്ത് ഷായിച്ചേട്ടനാണെങ്കിൽ ചിരിക്കുന്നുണ്ടായിരുന്നു. ഇവിടെ അമ്മായിമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഈ 7 ഇല്ലത്ത് എനിക്ക് നിൽക്കാൻ പറ്റത്തില്ലായിരുന്നു. അവർക്കൊക്കെ ജാതിയുടെ സ്പിരിറ്റൊക്കെ ഉള്ള ആൾക്കാരാണ് എന്ന് പറഞ്ഞു. എൻ്റെ പൊന്നു ചേട്ടാ, ഈ ഒരു കാലഘട്ടത്തിലൊക്കെ ആരാ ഇതൊക്കെ നോക്കുന്നേ? വെറുതെ അങ്ങനെ ഇതൊന്നും പറയേണ്ട ആവശ്യമില്ല, ചേട്ടൻ കയറിക്കോ. ചേട്ടൻ ഇവിടെ ഫുൾ ഫ്രീഡം ആണ് ഇന്നത്തെ ദിവസം, എന്ത് വേണമെങ്കിലും ആയിക്കോ എന്ന് ഞാൻ പറഞ്ഞുകൊണ്ട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോൾ തന്നെ എനിക്ക് തോന്നി ആ ബാക്കി കപ്പയും കാര്യങ്ങളൊക്കെ എടുത്ത് ഞാൻ ഷായിച്ചേട്ടനെ വെച്ച് നീട്ടി, ഇതിങ്ങനെ വെച്ചോണ്ടിരിക്കല്ലേ, മുഴുവൻ കഴിച്ചതിൻ്റെ കുട്ടൻ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറയുന്ന സമയത്ത് തന്നെ ഷായിച്ചേട്ടൻ പറഞ്ഞു, ഇതുവരെ എന്നെ ചേട്ടാന്ന് പറഞ്ഞുകൊണ്ടിരുന്നാളാ, ഇപ്പൊ കുട്ടാന്നൊക്കെ അയവിളി എന്ന് പരിഹസിച്ചുകൊണ്ട് ഷായിച്ചേട്ടൻ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഒരു പൊട്ടിച്ചിരിയുടെ കൂടി അങ്ങനെ നിൽക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഷായിച്ചേട്ടൻ എൻ്റെ അടുത്ത് ചോദിച്ചു, താൻ ഇനി അടുത്ത നൈറ്റ് മാറുന്നില്ലേ? ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ ദാ മൊത്തം നനഞ്ഞിട്ടുണ്ടല്ലോ, ഇപ്പോഴാണെങ്കിൽ അഴുക്കുള്ളതുകൊണ്ട് വീണു, ഇപ്പം താൻ കൂടെയാണെന്നുണ്ടെങ്കിൽ ഈ നൈറ്റ് ഇങ്ങനെ നശിപ്പിക്കുകയാണോ? അങ്ങനെ പറഞ്ഞ സമയത്താണെന്നുണ്ടെങ്കിൽ എനിക്ക് നല്ല ദേഷ്യം വന്നു. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യും, ഞാൻ നനഞ്ഞ എല്ലാ നൈറ്റീസ് എല്ലാം ഞാൻ ഷായിച്ചേട്ടൻ എടുത്തുതരാം, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഷായിച്ചേട്ടൻ അതെല്ലാം ഒന്ന് കഴിയുത്താം എന്ന് പറയുന്ന സമയത്ത് ഷായിച്ചേട്ടൻ പറഞ്ഞു, എന്നാ പിന്നെ ആയിക്കോട്ടെ കുഞ്ഞെ, നീ എടുത്തോളൂ, ഞാൻ തന്നെ കഴിയിക്കൊള്ളാം എന്ന് പറഞ്ഞ് ഷായിച്ചേട്ടൻ എൻ്റെ അടുത്ത് പറയുമ്പോൾ ഞാൻ തന്നെ ആലോചിച്ചു, ആൾക്കെന്താ വല്ല ഭ്രാന്തുണ്ടോ? പക്ഷേ എപ്പോഴും വെല്ലുവിളി ഇങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളായിരുന്നു ഷായിച്ചേട്ടൻ. അതുകൊണ്ട് തന്നെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് നല്ല ചിരിയായിരുന്നു ആദ്യം വന്നത്. ഞാൻ പറഞ്ഞു, എന്നെങ്കിൽ പിന്നെ ഞാൻ അകത്ത് കയറിയിട്ട് നൈറ്റി എല്ലാം മാറിയിട്ട് ഷായിച്ചേട്ടൻ എടുത്തുതരാം, പഴയ നൈറ്റീസ് ഉണ്ട്, പിന്നെ എൻ്റെ കുറച്ച് ഡ്രസ്സുകളുണ്ട്, അപ്പോൾ ഷായിച്ചേട്ടൻ വന്ന് തന്നെ എടുത്ത് അത് കഴിയുക എന്ന് പറയുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ പ്ലംബറായിരുന്ന ഷാജി ചേട്ടൻ ആ നിമിഷം ഒന്ന് പരതിക്കൊണ്ട്, എന്നാൽ പിന്നെ ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞ ശേഷം എൻ്റെ കൂടെ തന്നെ വന്നു. ഞാൻ ഒരു വെല്ലുവിളി എന്ന പോലെ നേരെ റൂമിനകത്തേക്ക് കയറി. ആ നിമിഷമാണെന്നുണ്ടെങ്കിൽ എനിക്ക് ചിരിയും വരുന്നുണ്ടായിരുന്നു. ഞാൻ അകത്തേക്ക് കയറിയതിനു ശേഷം എൻ്റെ ആ ഒരു നൈറ്റി മാറി ഒരു സൈഡിലേക്ക് മുട്ടിയിട്ടു. പിന്നെ ബാക്കിയുള്ള കൊട്ടയിലുള്ള തുണിയും കാര്യങ്ങളൊക്കെ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഷായിച്ചേട്ടൻ ഇതെല്ലാം എടുത്ത് കഴുകി തരുമോ എന്നുള്ള ആ ഒരു ക്യൂരിയോസിറ്റിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു എനിക്ക് മൈൻഡിലുണ്ടായിരുന്നത്. അപ്പോൾ തന്നെയാണെന്നുണ്ടെങ്കിൽ ഞാനത് കൂട്ടി വെച്ചിരുന്നതെല്ലാം കൂടെ അങ്ങോട്ട് മാറ്റി വെച്ചു. കുറച്ച് സമയത്തിന് ശേഷമാണെന്നുണ്ടെങ്കിൽ ഷായിച്ചേട്ടൻ വീണ്ടും അവിടേക്ക് വന്നു. അവിടെ വന്ന സമയത്ത് ഞാൻ പുതിയ നൈറ്റിയൊക്കെ ഇട്ട് പുറത്തിങ്ങനെ ഇറങ്ങി നിൽക്കുകയാണ്. എൻ്റെ തുണിയെല്ലാം അവിടെ കിടപ്പുണ്ട്, അപ്പോൾ എടുത്ത് കഴിക്കൂ, അങ്ങനെയാണല്ലോ കുട്ടൻ പറഞ്ഞിട്ടുള്ളത് എന്ന് പറയുമ്പോൾ ഷായിച്ചേട്ടൻ ഒരു പുതിയ ചിരിയോടെ കൂടി ആ ഒരു മുറിക്കകത്തേക്ക് കയറുന്നുണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് ഷായിച്ചേട്ടൻ മുറിക്കകത്ത് കയറുന്നത്. ഇതിനകത്തെല്ലാം നല്ല വൃത്തിയായിട്ട് അടുക്കി പറിച്ചിട്ടുണ്ടല്ലോ എന്ന് ഷായിച്ചേട്ടൻ ചോദിക്കുന്ന സമയത്ത്, എൻ്റെ മുറിയല്ലേ, ഞാനത് വൃത്തിയാക്കി തന്നെയാണ് അടിച്ചു പെറുക്കി വെക്കാറ് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു, എന്നാൽ പിന്നെ ഷായിച്ചേട്ടൻ പറഞ്ഞ കാര്യം ചെയ്യും, എന്തൊക്കെയാലും എൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യമാണല്ലോ ഇതെല്ലാം കഴുകി വൃത്തിയാക്കി തരാന്നുള്ള കാര്യം, എന്നാൽ പിന്നെ ഷായിച്ചേട്ടൻ അതൊന്ന് ചെയ്ത് കാണിച്ചേ എന്ന് പറയുമ്പോൾ എൻ്റെ എല്ലാ തുണിയും കാര്യങ്ങളൊക്കെ ഷായിച്ചേട്ടൻ വാരി എടുക്കുന്നുണ്ടായിരുന്നു. നനഞ്ഞതും പിന്നെ കൊട്ടയ്ക്കകത്തുനിന്ന് എല്ലാം കൂടെ എടുക്കുന്ന സമയത്ത്, ഷായിച്ചേട്ടാ എന്തായി ചെയ്യാൻ പോന്നേ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ തന്നെ പറഞ്ഞു, കുഞ്ഞല്ലേ പറഞ്ഞത്, ഞാനത് ചെയ്തു തരുന്നതിൻ്റെ ബാക്കി കാര്യമുള്ളൂ. ഞാൻ പറഞ്ഞു, എനിക്ക് മതി, കുഴപ്പമില്ല, ഞാനത് അക്സെപ്റ്റ് ചെയ്തേക്കുന്നു, ഷായിച്ചേട്ടൻ ആ ഒരു ചലഞ്ച് അക്സെപ്റ്റ് ചെയ്തല്ലോ, അത് മതി എന്ന് പറഞ്ഞ് ഞാൻ അത് നിർത്താൻ ശ്രമിക്കുമ്പോൾ ഷായിച്ചേട്ടൻ അത് കേൾക്കുന്നുണ്ടായിരുന്നില്ല. ഞാൻ തന്നെ കഴുകിത്തരാം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ആ കൊട്ടാരത്തിൽ നിന്ന് വാരിയെടുത്തതിന് ശേഷം അതെല്ലാം കൊണ്ട് പുറത്തേക്ക് പോവാണ് ഷായിച്ചേട്ടൻ. ആ നിമിഷമാണെന്നുണ്ടെങ്കിൽ ഞാനിങ്ങനെ നോക്കി നിൽക്കാൻ എനിക്ക് പറ്റുള്ളൂ. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, ഞാൻ തമാശയ്ക്ക് പറഞ്ഞതാണ്, ഇതൊന്നും വേണ്ടിയിരുന്നില്ല. അപ്പോൾ തന്നെ ഷായിച്ചേട്ടൻ അതൊന്നും മൈൻഡാക്കാതെ ഒരു പുഞ്ചിരിയോടെ അകത്തുനിന്ന് പുറത്തേക്ക് പോയി. ആ നിമിഷമാണെന്നുണ്ടെങ്കിൽ ഞാനും കൂടെ ഷായിച്ചേട്ടനൊപ്പം. ഷായിച്ചേട്ടാ വേണ്ട വേണ്ടെന്ന് പറയുമ്പോഴും ആള് ശ്രദ്ധിക്കുന്നില്ല. ഒടുവിൽ ഞാനത് പിടിച്ചു വാക്കാനായിട്ട് ഒന്ന് ശ്രമിച്ചു. ഷായിച്ചേട്ടൻ അത് തരുന്നുണ്ടായിരുന്നില്ല.
ഞാനൊരു പുഞ്ചിരിയോടുകൂടെയും ഒരു നാണത്തോടെയും ഒന്ന് മാറി നിന്നു. ആ നിമിഷമാണെന്നുണ്ടെങ്കിൽ ഷായിച്ചേട്ടൻ എൻ്റെ ഓരോ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ആ ഒരു വെള്ളത്തിലേക്ക് മുക്കി വെച്ചു. ആ നിമിഷം എനിക്ക് തന്നെ ഒരു ചമ്മലും കാര്യങ്ങളും തോന്നി. എൻ്റെ കാര്യങ്ങളെല്ലാം ഷായിച്ചേട്ടനാണല്ലോ ചെയ്തു തരുന്നത് എന്ന് ഞാൻ തന്നെ വിചാരിച്ചു. അങ്ങനെ ഞാൻ നോക്കി നിൽക്കുന്ന സമയത്ത് തന്നെ ഓരോ തുണിയും കാര്യങ്ങളും ഷായിച്ചേട്ടൻ വൃത്തിയായിട്ട് അത് കഴുകി തരുന്നുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഒരു പുഞ്ചിരിയും പിന്നെ ഒരു ചമ്മലും, അതുപോലെ തന്നെ എനിക്കെന്തോ ഒരു സ്നേഹം പോലെ ഇങ്ങനെ തോന്നിപ്പോയി. കാരണം എനിക്ക് വേണ്ടിയിട്ട് ആരും ഇങ്ങനെയൊന്നും ചെയ്തു തന്നിട്ടില്ല. എന്തോ മനസ്സിനകത്താണെന്നുണ്ടെങ്കിൽ എന്തോ പോലെ ഷായിച്ചേട്ടൻ ഈ ഒരു കാര്യങ്ങളെല്ലാം നല്ല വൃത്തിയായിട്ട് ചെയ്യുന്നുണ്ടല്ലോ. ഇതുവരെ ആരും ചെയ്തു തരാത്ത, ആരും ചെയ്യാൻ തുനിയാത്ത ആ ഒരു ജോലികളൊക്കെയാണ് ഷായിച്ചേട്ടൻ ചെയ്യുന്നത്. ഏതായാലും എനിക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ നോക്കി നിൽക്കുന്ന സമയത്ത് ഷായിച്ചേട്ടൻ എൻ്റെ കണ്ണിലേക്കൊന്ന് നോക്കി. ഇപ്പൊ എങ്ങനെയുണ്ട്? ചലഞ്ച് ഞാൻ അക്സെപ്റ്റ് ചെയ്തു, ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ എന്ന് ഷായിച്ചേട്ടൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നാ പിന്നെ ആയിക്കോട്ടെ, ഷായിച്ചേട്ടൻ എന്തൊക്കെയാലും എടുത്തു, ഞാനും ഒന്ന് ഹെൽപ്പ് ചെയ്തു തരാം എന്ന് പറഞ്ഞ് ഷായിച്ചേട്ടനൊപ്പം കൂടി. ആ നിമിഷം ഞങ്ങൾക്ക് തമ്മിൽ ഒരു പരിധികളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. കാരണം ഇപ്പോഴാണെങ്കിൽ ഷായിച്ചേട്ടൻ എനിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ പരിധികൾ മാറ്റിവെക്കാൻ അത് പാടില്ലാത്തൊരു കാര്യം തന്നെയാണ്. ഞാൻ ആ ജോലികളെല്ലാം ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ തന്നെ ഞാൻ ഇപ്പോൾ ഇട്ടിരിക്കുന്ന മാക്സി അല്പം ലൂസായിരുന്നു. അത് മറ്റൊന്നും കൊണ്ടായിരുന്നില്ല, അമ്മ വാങ്ങിച്ചെന്ന ഒരു മാക്സി ആയിരുന്നുകൊണ്ട് തന്നെ അതിനകത്താണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം മെയിൻ്റെനൻസോ കാര്യങ്ങളൊന്നും നടത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെയാണെന്നുണ്ടെങ്കിൽ അത്രയും കംഫർട്ടായിട്ടല്ല ഞാൻ നിൽക്കുന്നതൊക്കെ. പക്ഷേ ഇട്ട് നിൽക്കാൻ നല്ല സുഖവും കാര്യങ്ങളൊക്കെയാണ്. കാറ്റ് കയറാനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷേ ഇട്ട് നിൽക്കുന്ന സമയത്ത് എന്തോ ഒരു പള്ളിയിലച്ഛൻ്റെ പതയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ തന്നെയാണെങ്കിൽ ഷായിച്ചേട്ടൻ ശ്രദ്ധിച്ചു. എന്താ ഈ നൈറ്റ് നല്ല ലൂസാണല്ലോ എന്ന് ഷായിച്ചേട്ടൻ പറയുകയും ചെയ്തു. ആ നിമിഷമാണെന്നുണ്ടെങ്കിൽ എനിക്ക് മനസ്സിലായി ഷായിച്ചേട്ടനും അത് കാര്യങ്ങൾ മനസ്സിലായെന്ന്. ഞാൻ പറഞ്ഞു, അമ്മ വായിച്ചെന്നാ. ഇതിട്ട് ഇങ്ങനെ ജോലി ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ എന്ന് ഷായിച്ചേട്ടൻ പറഞ്ഞു. കുഴപ്പമില്ല ഷായിച്ചേട്ടാ, ഞാൻ ഷായിച്ചേട്ടൻ്റെ അടുത്തല്ലേ നിൽക്കുന്നത്. അങ്ങനെ നമുക്ക് തമ്മിൽ അങ്ങനെ ഒളിവുകളുടെ മറവുകളുടെ ആവശ്യമൊന്നുമില്ലല്ലോ. എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നില്ല ചേട്ടാ. അങ്ങനെ എൻ്റെ ഡ്രസ്സും കാര്യങ്ങളും എല്ലാം ഷായിച്ചേട്ടൻ ഒറ്റയ്ക്ക് കയ്യിലെടുത്ത് അതെല്ലാം നല്ല രീതിയിൽ കഴുകി അശയിലേക്ക് തൂക്കി വെച്ചു. ആ നിമിഷമാണെന്നുണ്ടെങ്കിൽ ഞാനിങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളും ഓരോ അടുക്കും ചിട്ടയോടു കൂടിയാണ് ഷായിച്ചേട്ടൻ ചെയ്യുന്നത്. ആ ഒരു ഉശിരും ശരീരമൊക്കെ ചുമ്മാതെ കാണാൻ വെച്ചേക്കുന്നല്ല എന്നെനിക്ക് മനസ്സിലായി. ആള് നല്ലൊരു വർക്കറാണ്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞാൻ ഷായിച്ചേട്ടൻ നോക്കുന്ന സമയത്ത് ഷായിച്ചേട്ടൻ്റെ തുണികളെല്ലാം വിയർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ പുറത്തു നിന്ന് നന്നായിട്ട് നനഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഞാൻ ഷായിച്ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞു, ഷായിച്ചേട്ടൻ ഒരു കാര്യം ചെയ്യ്, ഒന്ന് കുളിച്ചിട്ട് വാ, ഞാൻ അപ്പോഴത്തേക്ക് ഷായിച്ചേട്ടൻ്റെ ഈ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് നനച്ചിട്ടേക്കാം. അപ്പോൾ തന്നെ ഷായിച്ചേട്ടൻ പറഞ്ഞു, അത് വേണ്ട കൊച്ചേ, ഞാൻ കൊണ്ടുപോയി കഴുകിക്കോളാം. പക്ഷേ എനിക്കാണെന്നുണ്ടെങ്കിൽ ആ ടൈമിൽ അങ്ങനെ വിട്ടുകളയാൻ തോന്നിയില്ല. അത് മറ്റൊന്നും കൊണ്ടായിരുന്നില്ല, എനിക്കത് ചെയ്തു കൊടുക്കണം എന്നൊരു പരിഭ്രാന്തി എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, എന്നെങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യ്, ഈ തോർത്ത് കൊടുത്തിട്ട് അങ്ങോട്ട് മാറിയെന്നു, ഞാനാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം ഒന്ന് കഴുകിയിടട്ടെ എന്ന് പറഞ്ഞ സമയത്താണെന്നുണ്ടെങ്കിൽ ഷായിച്ചേട്ടൻ, ഈ കൊച്ചിനെ കൊണ്ട് കാര്യം അതൊന്നും വേണ്ട എൻ്റെ കുഞ്ഞെ, താനാണെന്നുണ്ടെങ്കിൽ എനിക്ക് ശമ്പളം തരുന്ന ആളല്ലേ, ഇപ്പോൾ താൻ എനിക്ക് ഇതൊക്കെ ചെയ്തു തന്നു കഴിഞ്ഞാൽ എങ്ങനെയാ ശരിയാവുക എന്നായിരുന്നു ഷായിച്ചേട്ടൻ്റെ ചോദ്യം. അപ്പോൾ തന്നെ എനിക്ക് മറുപടിയൊന്നും ഇല്ലായിരുന്നു. ഞാൻ പറഞ്ഞു, അങ്ങനെയൊന്നും ഞാൻ കണ്ടിട്ടില്ല. ഷായിച്ചേട്ടൻ എന്നെ അങ്ങനെയാണ് കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിനകത്ത് ഒരുപാട് കുറ്റബോധമുണ്ട്. ഷായിച്ചേട്ടനെ ഞാൻ അങ്ങനെ ഒരിക്കലും കണ്ടിട്ടില്ല എന്ന് തന്നെ ഞാൻ തീർത്തു പറഞ്ഞു. ആ സമയം തന്നെ എൻ്റെ നിർബന്ധത്തിന് വഴങ്ങി ഷായിച്ചേട്ടൻ ആ ഒരു കാര്യം ചെയ്തു. ഞാൻ ആ തുണിയും കാര്യങ്ങളൊക്കെ കഴുകി അശയിലേക്ക് വിരിച്ചിട്ടു. ആ സമയം തന്നെയാണെന്നുണ്ടെങ്കിൽ അലമാരയിൽ ഇരുന്ന ചേട്ടൻ്റെ ആ ഒരു ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഞാൻ എടുത്ത് ഷായിച്ചേട്ടൻ കൊടുക്കുകയും ചെയ്തു. ഇപ്പോൾ തന്നെ എനിക്ക് നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഷായിച്ചേട്ടനാണെങ്കിൽ ആ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് നിൽക്കുന്ന സമയത്ത് നല്ല ഭംഗിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞു, ഇത് നന്നായിട്ട് ചേരുന്നുണ്ട്, ചേട്ടനാണ് ഇത് കൂടുതൽ ചേരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. ഷായിച്ചേട്ടൻ ഒന്ന് നടന്നു വന്നേ, ഒരു ഫാഷൻ ഷോ എന്ന പോലെ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ അവിടെയൊക്കെയായിരുന്നു. പെട്ടെന്നായിരുന്നു വീണ്ടും ഞാൻ അവിടേക്ക് ശ്രദ്ധിച്ചത്. ഒരു ഇടിമിന്നലോടുകൂടി ഒരു മഴ. ഞാനൊന്ന് നടുങ്ങിപ്പോയി. ഞാൻ പറഞ്ഞു, ഷായിച്ചേട്ടാ, എനിക്ക് ഇടിമിന്നൽ ഇച്ചിരി പേടിയുണ്ട് കേട്ടോ, ഞാൻ ഇച്ചിരി കയറിയിരിക്കണം. അപ്പോൾ തന്നെ ഷായിച്ചേട്ടൻ പറഞ്ഞു, ഇങ്ങോട്ടിരുന്നോളൂ, ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അങ്ങനെ പേടിക്കത്തില്ല എന്ന് ഷായിച്ചേട്ടൻ പറയുമ്പോൾ ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഷായിച്ചേട്ടൻ ഒരുപാട് ഫണ്ണാണ് കേട്ടോ എന്ന് ഞാൻ പറയുമ്പോൾ ഷായിച്ചേട്ടൻ ഇങ്ങനെ ചിരിക്കുന്നുണ്ടായിരുന്നു. ഷായിച്ചേട്ടൻ്റെ ബോഡിയും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യണം, ഇപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ഇങ്ങനെ കൊണ്ടുപോകാൻ പാടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ പതുക്കെ പതുക്കെ ഷായിച്ചേട്ടൻ ഓരോ പുഞ്ചിരിയും കാര്യങ്ങളൊക്കെ എനിക്ക് സമ്മാനിക്കുന്നുണ്ടായിരുന്നു. എന്നെങ്കിൽ കുഞ്ഞെ ഞാൻ പോവട്ടെ, ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ സമയം ഒരുപാടായിട്ടുണ്ട്. നോക്കിയേ,
4 മണിക്ക് ഞാൻ പോകാനിരുന്നതാ. ഇപ്പോൾ 6 മണിയുടെ അടുത്ത്. ഇനിയും ചെന്നില്ലെങ്കിൽ പിന്നെ വിവാദമാവും, പിന്നെ പ്രശ്നമാവും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഷാഹിച്ചേട്ടൻ പതുക്കെ എഴുന്നേറ്റു. അപ്പോൾ തന്നെ ഞാൻ ചിരിച്ചു. എന്നെങ്കിൽ പിന്നെ ഷാഹിച്ചേട്ടൻ പൊക്കോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഒരു സമയത്താണെന്നുണ്ടെങ്കിൽ ഷാഹിച്ചേട്ടൻ വീട്ടിൽ നിന്ന് അങ്ങനെ പോവുകയും ചെയ്തു. ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പം നമുക്ക് പുതിയൊരു കഥയുമായിട്ട് വീണ്ടും കാണാം കേട്ടോ. അപ്പം എല്ലാവർക്കും നന്ദി. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ബൈ ബൈ.